തവമുഖ ദർശനം വെമ്പുന്നെന്നുള്ളം നിന്നോടു ചേരാ ഇമ്പമാണേശുവേ തവമുഖ ദർശനം വെമ്പുന്നെന്നുള്ളം ഏറെ കൊതിപ്പൂ ഞാൻ നിൻ വാക്കു കേൾക്കുവാൻ വേറില്ല മോദം എൻ വാഴ്വതിൽ ഏറെ കൊതിപ്പൂ ഞാൻ നിൻ വാക്കു കേൾക്കുവാൻ വേറില്ല മോദം എൻ വാഴ്വതിൽ നീറുമെൻ മാനസം കാണുന്നു സാന്ത്വനം നീറുമെൻ മാനസം കാണുന്നു സാന്ത്വനം മാറാത്ത ദിവ്യ വചനത്തിങ്കൽ വെമ്പുന്നെന്നുള്ളം നിന്നോടു ചേരാ ഇമ്പമാണേശുവേ തവമുഖ ദർശനം വെമ്പുന്നെന്നുള്ളം ഇത്രയും നാളുകൾ നിന്നുടെ സ്നേഹത്തിൻ പാത്രമായി തീർന്നു ഞാൻ ഭാഗ്യവാനായി ഇത്രയും നാളുകൾ നിന്നുടെ സ്നേഹത്തിൻ പാത്രമായി തീർന്നു ഞാൻ ഭാഗ്യവാനായി മിത്രമായി ഭൂമിയിൽ നീ കൂടെയുള്ളത് മിത്രമായി ഭൂമിയിൽ നീ കൂടെയുള്ളത് മാത്രമാണേശുവേ എന്റെ ബലം വെമ്പുന്നെന്നുള്ളം നിന്നോടു ചേരാ ഇമ്പമാണേശുവേ തവമുഖ ദർശനം വെമ്പുന്നെന്നുള്ളം നിന്നോടു ചേരാ ഇമ്പമാണേശുവേ തവമുഖ ദർശനം വെമ്പുന്നെന്നുള്ളം. താങ്ക് യു ബ്രദർ ജാക്സൺ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമ്മൾ ശ്രവിക്കൂ. തുടർന്നുള്ള സമയം ദൈവവചന കേൾവിക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ കർത്തദാസൻ സുവിശേഷൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇന്ന് നമ്മളോട് ഉപദേശ വിഷയങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണം നടത്തും. ആദരവോടുകൂടെ കർത്തദാസനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പല പ്രദേശങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ഈ സൂമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും നാം അറിയുന്നതെങ്കിലും നാം ഒന്നുകൂടെ ഉറപ്പുവരുത്തേണ്ട ചില വിഷയങ്ങളാണ് ഈ ചൊവ്വാഴ്ചകളിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തോമസ് മാത്യു കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ബ്രദറുകാരുടെ സവിശേഷതകൾ. ബ്രദറുകാർ ഒരു ചെറിയ ഗ്രൂപ്പല്ലേ, വലിയ വളർച്ചയില്ലാത്തവരല്ലേ, അവർക്കെന്താ ഇത്ര സവിശേഷതകൾ? ചെറിയ സ്വഭാവങ്ങളുകൾ, പാവം പിടിച്ച സുവിശേഷകന്മാർ, എന്താ ഇത്ര പ്രത്യേകത എന്ന് ഒരു പക്ഷേ പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ചിന്തിക്കുന്നവർ കാണും. പ്രിയപ്പെട്ടവരെ, ഉണ്ട്. ഞങ്ങള് വളരെ അഭിമാനത്തോടു കൂടെയാണ്, അതായത് ബ്രദറൻ വിശ്വാസികൾ ഹോൾഡ് ചെയ്യുന്ന ആ ഉപദേശം 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ നമ്മുടെ വിഷയം കൃപയാലുള്ള രക്ഷ എന്നുള്ളതാണ്. അതിലെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എല്ലാവരും അതൊക്കെ തന്നെയല്ലേ വിശ്വസിക്കുന്നത് എന്ന് തോന്നാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭയങ്കര വ്യത്യാസമുണ്ട്. ആളുകൾക്ക് എന്താ കൃപ എന്ന് അറിഞ്ഞുകൂടാ. വിശ്വാസം, നമ്മളെ എഫേസ്യ ലേഖനം 2:8 കുറിവാക്യമായി ഞാൻ വായിക്കുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷില് യു ആർ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. രണ്ടും ബൈ അല്ല, രണ്ടും ത്രൂ അല്ല. ബൈ ഗ്രേസ്, കൃപയാൽ, ത്രൂ ഫെയ്ത്ത്, വിശ്വാസം കൊണ്ട്, വിശ്വാസം മൂലം. ഈ വ്യത്യാസം മനസ്സിലാക്കണം, അത്യാവശ്യമാണ്. ഞാന് നിങ്ങളോട് പറയട്ടെ, ക്രൈസ്തവ കോളത്തിലെ പല ആളുകൾക്കും അവര് സ്ഥിരമായി ഉപയോഗിക്കുന്ന പല വാക്കുകളുടെയും അർത്ഥം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളിൽ വാസ്തവത്തില് ദൈവത്തിന് സന്തോഷം ഉണ്ടാകത്തില്ല. ഉദാഹരണം, സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പലർക്കും അറിഞ്ഞുകൂടാ. സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും ഒന്നല്ലേ? അല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ?
ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അറിയാൻ മേലാത്തവരുണ്ടോ? അല്ല, എന്താണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ? യഹോവയെ സ്തുതിപ്പീൻ, ഒരാഹ്വാനമാണ്. അതാണ് ഹല്ലേലൂയ. അതായത് പല സങ്കീർത്തനങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 19 അത് തർജ്ജമ ചെയ്യാതെ തന്നെ ചേർത്തിട്ടുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയെ സ്തുതിക്കുക, അല്ലെ കർത്താവിനെ സ്തുതിക്കുക, നമ്മുടെ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പീൻ എന്നുള്ള ആഹ്വാനമാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവദാസൻ യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള അർത്ഥത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ തിരിച്ച് ജനങ്ങൾ ഹല്ലേലൂയ എന്നല്ല പറയേണ്ടത്. ഒരു ഭാരത് മാതാ കി എന്ന് ഹിന്ദിയിൽ ഒരാൾ പറഞ്ഞാൽ ജയ് എന്നാണ് തിരിച്ചു പറയേണ്ടത്. ഇൻക്ലാബ് എന്നൊരു ലീഡർ പറഞ്ഞാൽ സിന്ദാബാദ് എന്നാണ് തിരിച്ചു പറയേണ്ടത്. സ്വാമിയെ എന്ന് ഒരാൾ പറഞ്ഞാൽ ശബരിമല പോകുന്നവർ ശരണം അയ്യപ്പ എന്നാ തിരിച്ചു പറഞ്ഞത്, അല്ലാതെ സ്വാമിയെ എന്ന് തന്നെയല്ല. അതുപോലെ അസ്സലാം അലൈക്കും എന്നൊരു അസ്സലാം പറഞ്ഞാൽ അത് തന്നെയല്ല പറയേണ്ടത്, മാലൈക്കും അസ്സലാം എന്നാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ? യഹോവയെ സ്തുതിപ്പീൻ എന്ന് ഒരു ദേവദാസൻ പറഞ്ഞാൽ ജനത്തിന്റെ പ്രതികരണം എന്തായിരിക്കണം? കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അതായിരിക്കണം. അല്ലാതെ അവരും ഹല്ലേലൂയ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് ദേവദാസൻ പറയുമ്പോൾ തിരിച്ച് പുള്ളിയോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. അതല്ലേ എന്റെ അർത്ഥവ്യത്യാസം. അപ്പൊ ഇനി കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് വ്യത്യാസം. ഞാൻ ആദ്യം പറഞ്ഞു, സ്തോത്രം എന്ന് പറഞ്ഞാൽ താങ്ക്സ് എന്നാണ്. നന്ദി കർത്താവേ, നന്ദി ചെയ്ത ഉപകാരങ്ങൾക്ക്, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. സ്തുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വവും വലിപ്പവും മനസ്സിലാക്കി നമിക്കുകയാണ്. അതാണ് സ്തുതി. ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു ആഹ്വാനമാണ്. യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള ആഹ്വാനമാണ്. കൃപ എന്ന് പറയുന്നത് നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ദയ, അതല്ലേ കൃപ? അല്ല. ഇത് നമ്മൾ വകതിരിച്ച് മനസ്സിലാക്കിയാലുണ്ടല്ലോ, നമുക്ക് അതിന്റെ ഗുണം മൊത്തം ഗുണഭോക്താക്കളാകാം. വളരെ തൃപ്തിയുള്ള, വളരെ സന്തോഷമുള്ള, അഭിമാനമുള്ള ഒരു ജീവിതം നയിക്കാനായി സാധിക്കും ഈ ഉപദേശ സത്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ വാസ്തവം പറഞ്ഞാൽ രക്ഷിക്കപ്പെടാനും അത് ആവശ്യമാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ, 8:24, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാന് എങ്ങനെയുള്ളവനെന്ന് വിശ്വസിച്ചാൽ പോരാ, അങ്ങനെ ഉള്ളവനെന്ന് വിശ്വസിക്കണം. ഈ ദൈവം ബൈബിളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ സെൻസ് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ പാട്ട് ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള പാട്ട് മത്സരത്തിലൊക്കെ ശരത്തിനെ പോലെയുള്ള, MG സുകുമാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ അതിന്റെ കമന്റ് പറയും. അപ്പൊ ഒരു പാട്ട് ഒരു കൊച്ചോ അല്ലെങ്കിൽ ഒരാൾ പാടിക്കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള ഒരു അടിപൊളി പാട്ട് എന്താ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ സംഗീതം അറിയാവുന്നവന്
അവര് പറയും, അയ്യോ ആ പാട്ടിന്റെ ആത്മാവ് ഉൾക്കൊണ്ടില്ല. കാറ്റെന്ന് പാടിയപ്പോൾ ഒന്നമാരുതൻ, ഇളം തെന്നൽ എന്നൊക്കെ പാടിയപ്പോ അയ്യോ അങ്ങനെ വേണമായിരുന്നു. തണുപ്പ്, ആശ്വാസം എന്ന് പാടിയപ്പോ അങ്ങനെ വേണമായിരുന്നു. സന്തോഷം എന്ന് പാടിയപ്പോ അത് പ്രതിഫലിക്കണമായിരുന്നു. മനസ്സിലായോ? അപ്പോ ആ പാട്ടിന്റെ ആത്മാവ് ഉൾക്കൊള്ളണം. അങ്ങനെ പാടിയാലേ അതിൽ ആളുകൾക്കൂടെ ലയിക്കാൻ സാധിക്കൂ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ബൈബിളിലൂടെ ദൈവം നമുക്ക് തന്റെ കല്ലിൽ അങ്ങനെ ദൈവം കൈകൊണ്ട് എഴുതിയാണല്ലോ ദൈവം അതിന് ആദ്യം തരുന്നത്. അപ്പൊ അത്ര റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ദൈവം നമുക്ക് തരികയും അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ആ ദൈവത്തിന്റെ വചനത്തിന്റെ അർത്ഥം, അതിന്റെ പൊരുള്, അതിന്റെ ആത്മാവ്, ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ നമ്മൾ ഔട്ടാവും. രണ്ട് ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ആളെ യുദ്ധത്തിന് വിളിക്കുക, കൊണ്ടുപോകാൻ. അപ്പൊ ജനങ്ങൾ വന്നു. തലേദിവസം അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വേലക്കാരൻ പോലും വന്നില്ല, താൻ ഒറ്റയായിരുന്നു. 70 മക്കളുള്ള മനുഷ്യന്റെ ഒരു മകൻ പോലും വന്നില്ല. ഇയാൾ ഒറ്റയ്ക്ക് പോയി ഗോതമ്പ് കൊയ്യുകയായിരുന്നു. എന്നാൽ ദൈവം തനിക്ക് കൃപാവരം നൽകി കഴിഞ്ഞപ്പോൾ ആളുകള് ഇസ്രായേലിലെ സകല രാജ്യത്തു നിന്നും വന്നു, 30,000 ആളുകൾ. അപ്പൊ ദൈവം പറഞ്ഞു, അത്രയൊന്നും വേണ്ട, പേടിയുള്ളവർ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഗിദെയോൻ വിളിച്ചു പറഞ്ഞു, പേടിയുള്ളവർ തിരിച്ചു പോവുക. അപ്പൊ 20,000 പേര് തിരിച്ചുപോയി. പിന്നെ 10,000 പേര് തിരിച്ചു. ദൈവം ഗിദെയോനോട് പറഞ്ഞു, 10,000-ന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ടെസ്റ്റ് കൊടുക്കുക, തോട്ടരികത്ത് കൊണ്ടുപോകാം, കിണറ്റുകരയിലല്ല, തോട്ടരികത്ത്. എന്നിട്ട് നായ നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പൊ അവരോട് ചോദിച്ചു, ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് നായ നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നവരെ എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും തോട്ടിന്റെ മുമ്പാകെ 10,000 പേര് തോട്ടരികത്ത് നിന്നോളാൻ പറഞ്ഞു. അപ്പൊ അവര് ആദ്യം അറിയാം, ഞങ്ങൾ കൊച്ചുനാൾ പോലെ കാണുന്നതാണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നായ നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്നവരെ മാത്രമേ എടുക്കത്തുള്ളൂ, അല്ലാത്തവര് വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അയ്യോ ഇല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരി, എന്നാൽ ഞാൻ 1, 2, 3 പറയും. എല്ലാവർക്കും അറിയാമല്ലോ, നായ നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുക, അതാണ് ടെസ്റ്റ്. മനസ്സിലായി. അതാണ് ടാസ്ക്. അറിയാതെ. അപ്പൊ 1, 2, 3 പറഞ്ഞപ്പോൾ ആളുകള് വെർട്ടിക്കലായി നിന്ന ആളുകൾ ഹൊറിസോണ്ടലായി അവർ 4 കാലിൽ നിന്നു, പട്ടി നിൽക്കുന്ന പോലെ. എന്നിട്ട് അവര് ഈ എക്സസൈസ് ചെയ്യുന്നത് പോലെ അവര് കുനിഞ്ഞ് നാക്കുകൊണ്ട് നാക്കി. ബഹുഭൂരിപക്ഷം അതിലധികം ആളുകളും അങ്ങനെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളിപ്പോ ജയിക്കും, പട്ടാളത്തിൽ പോവാം എന്ന് വിചാരിച്ച് അവര് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്കെല്ലാം തിരിച്ചു പോകാം, ഞാൻ ഈ പറയുന്ന പേര് വിളിക്കുന്ന ആളുകൾ മാത്രം ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അവര് മാറി നിന്നു. എന്താ ഇവരെ മാറ്റി നിർത്തിയതെന്ന് അറിയാമോ? ഇല്ല. നിങ്ങളെല്ലാരും വെള്ളം കുടിച്ചോ? ഞങ്ങൾ കുടിച്ചു, തോട്ടിലെ വെള്ളം കുടിച്ചു. പക്ഷെ വെള്ളം കുടിച്ചവരിൽ 300 പേരെ മാത്രമേ എടുത്തുള്ളൂ. 10,000 പേരും വെള്ളം കുടിച്ചു.
9,700 ആളുകൾ വെള്ളം കുടിച്ചെങ്കിലും അതിന്റെ സെൻസ് മനസ്സിലാക്കിയല്ല കുടിച്ചത്. 300 ആളുകൾ വെള്ളം കുടിച്ചു, അതിന്റെ സെൻസ് മനസ്സിലാക്കി കുടിച്ചു. എങ്ങനെയായാലും വെള്ളം കുടിച്ചാൽ പോരാ, എങ്ങനെയായാലും വെള്ളം കുടിച്ചാൽ പോരാ. പട്ടി വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കുക എന്നാണ് ദൈവം പറഞ്ഞത്. അതാണ് ഗിദിയോൻ അവരോട് പറഞ്ഞത്. എല്ലാരും വെള്ളം കുടിച്ചു, പക്ഷെ 9,700 ആളുകളെ തിരിച്ചുവിട്ടു. വെള്ളം കുടിച്ചിട്ട് അവര് പോയത്, കുടിക്കാതെയല്ല. പത്ത് 4 കാലം നിൽക്കുന്ന പോലെ നിൽക്കാനല്ല പറഞ്ഞത്. ഈ ചേറുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ദുർഘടമായ സ്ഥലത്ത് നിങ്ങൾ പട്ടി 4 കാലം നിൽക്കുന്ന പോലെ നിൽക്കാൻ പറഞ്ഞില്ല. പട്ടി വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾ വെള്ളം ശാലം കയ്യിലെടുത്തിട്ട് അവര് നാക്കുകൊണ്ട് നക്കി കുടിക്കും. താഴോട്ട് 4 കാലം നിന്നായാലും കയ്യിലെടുത്തായാലും വെള്ളം കുടിച്ചാൽ പോരാ. എന്തിനീ തോട്ടരിയത്തെ നിർത്തി തോട്ടിലെ വെള്ളം കുടിപ്പിച്ചത്? യുദ്ധത്തിന് പോകുമ്പോൾ നിനക്ക് ദാഹിക്കും. അപ്പൊ അവിടെ തോട്ടരിയത്തെ വെള്ളം നീ കുടിക്കേണ്ടി വരും. അപ്പൊ നീ അവിടെ കിടന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്, 4 കാലം നിന്നോണ്ട്. കാരണം വിദ്യാന്യര് ശത്രുക്കള് വളരെ അടുത്തുണ്ട്. നീ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം, പക്ഷെ നിന്റെ ജീവൻ അപകടത്തിലാകരുത്. അതുകൊണ്ട് നീ വെള്ളം തോട്ടിൽ നിന്ന് കയ്യിലെടുത്തിട്ട് പരിസരം നോക്കിയിട്ട് വേണം നീ വെള്ളം കുടിക്കാൻ. വെള്ളം കൂടി അല്ല വലിയത്, നിന്റെ ജീവനാണ് വലിയത്. അതാണ് നിന്റെ സെൻസ്. യുദ്ധത്തിന് പോകുമ്പോൾ നീ വെള്ളം കൊണ്ടുപോകുന്നില്ല, തോട്ടിലെ വെള്ളം നീ കുടിക്കേണ്ടി വരും. പക്ഷെ ആ വെള്ളം നീ കുടിക്കുമ്പോൾ വെള്ളം കൂടി അല്ല വലിയത്, നിന്റെ ജീവനാണ്. അതുകൊണ്ട് നീ വെള്ളം കയ്യിലെടുത്തിട്ട് പട്ടി കുടിക്കുന്നത് പോലെ നക്കി പരിസരം മുഴുവൻ നോക്കിക്കൊണ്ട് കുടിക്കാൻ നിനക്ക് സാധിക്കണം. ഇതാണ് ദൈവം ഉദ്ദേശിച്ച സെൻസ്. 9,700 പേർ ഔട്ടായി. രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. എലീശയുടെ കാലത്ത് എലീശ വയസ്സനും ക്ഷീണിതനും മരണാസന്നനുമായി. അപ്പൊ ഇസ്രായേൽ രാജാവ് എലീശയെ കാണാൻ വന്നു. എലീശ അവനോട് പറഞ്ഞു, കിഴക്കേ കിളിവാതിൽ തുറന്നു ഒരു അമ്പ് ചെയ്യാൻ പറഞ്ഞു. അമ്പ് ചെയ്തു. എലീശ പറഞ്ഞു, ഇത് അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ എലീശ പ്രവാചകൻ ഈ രാജാവിനോട് പറഞ്ഞു, അമ്പെടുക്കുക, നിലത്തടിക്കുക. ഉടനെ പുള്ളിക്കാരൻ 3 അടിച്ചു, നിർത്തി. എലീശ ചോദിച്ചു, നീ എന്തിനാ 3 അടിച്ചിട്ട് നിർത്തിയത്? നീ 5-6 അടിക്കണമായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് അരാമ്യർക്കെതിരെയുള്ള ജയാസ്ത്രമാണെന്ന്. എന്ന് പറഞ്ഞാൽ നീ അരാമ്യരെ തോൽപ്പിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ നിലത്ത് അമ്പ് അടിക്കാൻ പറഞ്ഞു, നീ 5-6 അടിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ അരാമ്യരോടുള്ള ദേഷ്യം തീരുന്നവരെ നീ അമ്പെടുത്ത് നിലത്ത് അടിക്കണമായിരുന്നു. പക്ഷെ നീ 3 വളരെ വിഷമിച്ച് 3 അടിച്ചിട്ട് നീ നിർത്തി. അതുകൊണ്ട് നീ 3 പ്രാവശ്യം അരാമ്യരെ തോൽപ്പിക്കും, അത്രേ ഉള്ളൂ. പറ്റേ പരാജയപ്പെടുത്താൻ നിനക്ക് സാധിക്കുകയില്ല. ഇയാൾ അടിച്ചു, അമ്പെടുത്ത് നിലത്തടിക്കാൻ പറഞ്ഞു, അടിച്ചു. പക്ഷേ പുള്ളി ഔട്ടായി, ഫൗളായി. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഉപദേശ സത്യങ്ങൾ അതിനകത്തൊരു ക്ലൂ ഉണ്ട്, അതിനകത്തൊരു സെൻസ് ഉണ്ട്. അത് മനസ്സിലാക്കാനായി നമുക്ക് സാധിക്കണം.
ഞാൻ പിന്നീട് പറയും. എന്നാൽ ഒന്ന് തൊട്ടുപോകാം. പല ആളുകളും വിചാരിക്കുന്നത് കൃപയാലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ സൗജന്യമായ രക്ഷ, വിശ്വസിക്കാനുള്ള ആ കൃപ ദൈവം നമുക്ക് തരുന്നു. വിശ്വസിക്കുന്ന ആളുകളെ ദൈവം രക്ഷിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പല ആളുകളും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു. പല ആളുകളും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകണം എന്നാണ് പറയാറുള്ളത്. ഒരാൾക്ക് വെളിച്ചമാകാൻ പറ്റുമോ? എത്ര ശ്രമിച്ചാലും. ഒരാൾക്ക് ഉപ്പാകാൻ പറ്റുമോ? അവന്റെ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ അവന് സാധിക്കുമോ? നിങ്ങൾ നദിയാകണം എന്നാണ് ചിലർ പറയുന്നത്. ഒരു ദാഹിക്കുന്ന ഒരുത്തരം നദിയാകാൻ പറ്റുമോ? വെളിച്ചമാകാൻ പറ്റുമോ? ഉപ്പാകാൻ പറ്റുമോ? സാധിക്കത്തില്ല. പക്ഷേ ഞാനാക്കുമെന്ന കർത്താവ് പറഞ്ഞത്. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നിങ്ങൾ എന്റെ സാക്ഷികളാകും, അല്ലെ ഞാൻ നിങ്ങളെ എന്റെ സാക്ഷികളാക്കും. കർത്താവ് അതിനാണ് വന്നത്. പക്ഷേ അനേക ആളുകൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആകണമെന്ന്. ഇതാണ് ഈ വ്യത്യാസം. എന്നിട്ട് അതാകാൻ വേണ്ടി ശ്രമിക്കുക. ചില ആളുകള് ഞങ്ങളുടെ വസ്തുവെല്ലാം വിറ്റ് ഭാര്യയെ പോലെ ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു. അവര് ദരിദ്രർക്ക് കൊടുക്കുന്നില്ല, അവര് പള്ളിക്ക് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ദൈവവേല ചെയ്യുന്നത്. യേശു പറഞ്ഞ വാക്കിന്റെ സെൻസ് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് യേശു ചില ഉപമകൾ പറഞ്ഞു. മുടിയനായ പുത്രന്റെ ഉപമ. ബഹുഭൂരിപക്ഷം ആളുകളും പഠിപ്പിക്കുന്നത്, അതായത് മുടിയനായ പുത്രനെ പോലെ പാപികളായിട്ടുള്ള ആളുകൾ പശ്ചാത്തപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ, പിന്നെ പിതാവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ദൈവം അംഗീകരിക്കും. നിന്റെ പശ്ചാത്താപം ആത്മാർത്ഥമായ മതി. നീ കരഞ്ഞ് വന്നാൽ ദൈവം സ്വീകരിക്കുമെന്നാണ്. അതിനല്ല കർത്താവ് മുമ്പ് പറഞ്ഞത്. അത് ഹിന്ദുക്കളുടെ ഉപദേശം, പശ്ചാത്തലമേ പ്രായശ്ചിത്തം. അത് തന്നെ മുസ്ലിങ്ങളുടെ ഉപദേശം. അതാണ് ബുദ്ധമതക്കാരുടെ, ജൈനമതക്കാർ, ലോകത്തിലുള്ള മുഴുവൻ മതങ്ങളുടെ ഉപദേശം. പശ്ചാത്തപിച്ചാൽ, അനുതപിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ, കരഞ്ഞാൽ ദൈവം രക്ഷിക്കുമെന്നാണ്. ബൈബിളിന്റെ ഉപദേശം അതല്ല. എത്ര കരഞ്ഞാലും കാര്യം. ഒരു പാപിക്ക് പശ്ചാത്താപത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷ കൊടുക്കുന്ന ഒരു പദ്ധതി ബൈബിളിനില്ല, ദൈവത്തിനില്ല. മുടിയനായ പുത്രന്റെ ഉപമ പശ്ചാത്തപിക്കുന്നവന് സ്വർഗം കിട്ടും എന്ന ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. നല്ല ശമര്യക്കാരന്റെ ഉപമ. ആളുകളുടെ ധാരണ യെരൂശലേം സ്വർഗം, യെരിഹോ നരകം, പിന്നെ കള്ളന്മാർ, പിശാച്, ലേവ്യനും പുരോഹിതനും, ന്യായപ്രമാണം, പിന്നെ നല്ല ശമര്യക്കാരൻ യേശു, പിന്നെ വഴിയമ്പലക്കാരൻ സഭാമൂപ്പൻ, 2 വെള്ളിക്കാശ്, പുതിയ നിയമം പഴയ നിയമം, പിന്നെ എണ്ണയും വീഞ്ഞും, യേശുവിന്റെ രക്തവും പരിശുദ്ധാത്മാവും, പിന്നെ ഞാൻ ഇനിയും വരും, യേശുവിന്റെ വീണ്ടും വരും. ഇതിനൊന്നും വേണ്ടിയല്ല കർത്താവ് ഉപമ പറഞ്ഞത്. പിന്നെ നല്ല ശമര്യക്കാരൻ എന്ത് ചെയ്തു? ജാതി നോക്കാതെ ഒരാളെ സ്നേഹിച്ചു. യേശുവിനോട് ചോദ്യം എന്താ? എന്റെ കൂട്ടുകാരനാര് എന്ന് പറഞ്ഞാൽ 10 കൽപ്പനയിലെ കൂട്ടുകാരൻ ആരെന്നുള്ള ഒറ്റ കാര്യം ഈ നിലയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ യു. ഒരു യഹൂദന് ഒരിക്കലും ഇതുപോലെ
ഒരു പുറജാതിയെ ശുശ്രൂഷിക്കാനും പൈസ മുടക്കാനും അവനോട് കൂടെ താമസിക്കാനും ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചെയ്തോളാം എന്ന ഒരു പുറജാതിയുടെ കാര്യത്തിൽ ചെയ്യാനും യഹൂദന് സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കയില്ലെന്ന് മാത്രം പഠിപ്പിക്കാനാണ് നല്ല ശമര്യക്കാരൻ ഉപമ യേശു പറഞ്ഞത്. നമ്മുടെ ആള് സമ്മതിക്കത്തില്ല. എന്നിട്ട് ഇതിങ്ങനെ വിശദീകരിച്ച് ആളുകൾ കേട്ട് വായും പൊളിച്ച് സന്തോഷിച്ച് കൈയടിച്ച് സൂത്രവും ഹല്ലേലൂയയും പറഞ്ഞു. അയ്യോ, എന്തോരു ദൂത, എന്തോരു ജ്ഞാനമോ, എന്തോരു മെസ്സേജ് ആണ് എന്ന് പറഞ്ഞ് ആളുകൾ സന്തോഷിച്ച് വീട്ടിൽ പോവുകയാണ്. പറയുന്നവന് സന്തോഷം, കേൾക്കുന്നവന് സന്തോഷം. പക്ഷെ നമ്മുടെ കർത്താവ് അത് ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പോ ഞാൻ ചില മുഖവില് മാത്രം പറഞ്ഞു. അതായത് ബൈബിളിലെ ഉപദേശങ്ങളുടെ അർത്ഥം മനസ്സിലാക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 10 കന്യകമാരിൽ 5 പേര്, 10 പേരെ കണ്ട ഒരുപോലെ, പക്ഷെ 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. കന്യകമാരാണ്, പിള്ളേരാണ്. അവർ നിഷ്കരണം ഔട്ടായി. 2, കല്യാണ വസ്ത്രം അവിടെ സൗജന്യമായി രാജാവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവര് ധരിച്ചിരുന്ന വസ്ത്രം തരക്കേടില്ലെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അവരിരുന്ന് കഴിച്ചോണ്ടിരുന്നിടത്തുനിന്ന് അവരെ ഇറക്കി വിട്ടു. കഴിച്ചോണ്ടിരുന്നിടത്തുനിന്ന് ഏറ്റവും പുറത്തുള്ള വീട്ടിലേക്ക്. ഒറ്റ കാര്യത്തിന് അടിസ്ഥാനത്തിൽ കല്യാണ വസ്ത്രം, രാജാവ് സൗജന്യമായി കൊടുക്കുന്ന കല്യാണ വസ്ത്രം വാങ്ങിച്ച ആ യൂണിഫോമിറ്റിക്ക് അവർ തയ്യാറായില്ല. അപ്പോ വേദപുസ്തകത്തിലെ ഉപദേശങ്ങളുടെ ആ പൊരുള് ഷണ്ണൻ ധനകാര്യമന്ത്രി ഫിലിപ്പോസിനോട് പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? തീർച്ചയായിട്ടും ദൈവദാസന്മാരിത് പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമുക്ക് വെറുതെ വായിച്ചാൽ ബൈബിളിന്റെ ഉപദേശങ്ങൾ മനസ്സിലാകത്തില്ല. അത് പഠിച്ച ദൈവദാസന്മാരിൽ നിന്ന്, കൃപ ലഭിച്ച ദൈവദാസന്മാരിൽ നിന്നും പഠിക്കാനായി നമുക്ക് സാധിക്കണം. ശരി, നമുക്ക് കൃപയാലുള്ള രക്ഷ. ഞാൻ പറഞ്ഞു, we are saved by faith, by grace through faith. അപ്പോ കൃപ എന്ന് പറയുന്നത് രക്ഷയുടെ അടിസ്ഥാനമാണ്. ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ ഉപാധിയാണ്, മീൻസാണ്. അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോ കർത്താവായ യേശു എന്താ വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു ദാവീദിന്റെ സന്തതിയായി യഹൂദ ഗോത്രത്തില് ജനിച്ചു. പിന്നെ ഇവിടെ നന്നായി ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അത്ഭുതം അടയാളം ഒക്കെ ചെയ്ത് താൻ ദൈവമാണെന്ന് തെളിയിച്ചു. അപ്പൊ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വിശ്വസിക്കുക. മതിയോ? പോരാ. പിന്നെ രക്ഷിതാവായി ജനിച്ച യേശു, ലൂക്കോസ് 2:7 അവൻ സകല ജനത്തിനും രക്ഷിതാവായി വന്നിരിക്കുന്നു എന്നാണല്ലോ. അപ്പൊ ആളുകൾക്ക് യേശു ഇവിടെ ആയിരുന്നപ്പോ രോഗസൗഖ്യം നൽകി, പാപമോചനം നൽകി, മരിച്ച ആളുകളെ ഉയർപ്പിച്ചു. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ ആ കാർക്കശ്യം, ഞാനീ പറഞ്ഞില്ലേ, ആ കാർക്കശ്യം, ഉപമയിലൂടെയുള്ള കാർക്കശ്യം, ഉപദേശത്തിലൂടെയുള്ള കാർക്കശ്യം, വിമർശനത്തിലൂടെയുള്ള കാർക്കശ്യം ഒക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അസൂയ കൊണ്ട് യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ യേശു ദൈവമായതുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ദൈവത്തോട് ശക്തിയോടെ തെളിയിച്ചു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, വിശ്വസിച്ചാൽ മതിയോ? പോരാ. എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരഞ്ഞി. ശരി, കൃപ എന്ന് പറഞ്ഞാൽ എന്താ? കൃപ എന്ന് പറഞ്ഞാല് അതായത് കൃപയാലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷി അനുസരിച്ച് അല്ലെങ്കിൽ ലോകത്തിന്റെ നീതി അനുസരിച്ച്
അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ അനുസരിച്ച്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ, യഹൂദന്മാരെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിന്റെ നീതി. അപ്പൊ ഇങ്ങനെയുള്ള നീതിപ്രവർത്തികൾ ഒന്നും കൂടാതെ, മനസാക്ഷിയിലുള്ള പ്രവൃത്തി കൂടാതെ, പിന്നെ ലോകത്തിന്റെ, രാജ്യത്തിന്റെ നീതി, ലോകത്തിന്റെ നീതി അതുകൂടാതെ, സൽപ്രവർത്തികൾ അതുകൂടാതെ, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ അതുകൂടാതെ, പിന്നെ യേശുവിനെ കുറിച്ച് വായിച്ചോ കേട്ടോ വിശ്വസിക്കുന്ന കാരണത്താൽ സൗജന്യമായി ആളുകളെ രക്ഷിക്കുക. അതായത് സൗജന്യ രക്ഷ. അങ്ങനെ കുറെ വാക്യമുണ്ടല്ലോ. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. പാപത്തിന്റെ ശമ്പളം മരണമാത്ര, ദൈവത്തിന്റെ കൃപാവരമോ ഫ്രീ ഗിഫ്റ്റോ ജീവൻ തന്നെ. മൂന്നാമതായിട്ട് ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കെടുത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇതൊക്കെ നമ്മള് റോമാലേഖനത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാര്യമല്ല. രക്ഷ സൗജന്യമാണ്, ദാനമാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ ഏതെങ്കിലും നിലയിൽ ദൈവമാണെന്നോ രക്ഷിതാവാണെന്നോ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പിന്നെ സൗജന്യമായി രക്ഷ തരുന്ന കാര്യം അതല്ല കൃപ. അതുപോലെ വിശ്വസിക്കാനുള്ള കൃപ അതുമല്ല. വിശ്വസിക്കാൻ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് ഇച്ഛിക്കുന്നവനാൽ വല്ല ഓടുന്നവനാലും ഉള്ള കരുണ തോന്നുന്നു, ദൈവത്താൽ അത്രേ കരുണ തോന്നുക എന്നുള്ളവനോട് കരുണ തോന്നുന്നു, അല്ലാത്തവൻ ഞാൻ കഠിനനാക്കുന്നു. പിന്നെ അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ വിശ്വാസം. അപ്പോ വിശ്വസിക്കാനുള്ള കൃപ, വിശ്വസിച്ചവർക്ക് എന്തെങ്കിലും യേശുവിനെ കുറിച്ച് വിശ്വസിച്ചവർക്ക് ലഭിക്കുന്ന ഒരു കരുണ അതല്ല കൃപ. വിശ്വസിക്കാനുള്ള ആ ഒരു ഔദാര്യം, ദയ, അതുമല്ല കൃപ. കൃപ എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് ദയ, കരുണ, സ്നേഹം തുടങ്ങിയ ദൈവത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ, ആട്രിബ്യൂട്ട്സ് ആണെന്ന്. അല്ല. കൃപ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ സ്വഭാവമല്ല. ദൈവം ചെയ്ത ഒരു കാര്യത്തിന്റെ ഷോർട്ട് ഫോമാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് ഷോർട്ട് ഫോമുകളുണ്ട്. തിരുവത്താഴത്തില് അപ്പവും മീഞ്ഞും ഉണ്ടെങ്കിലും അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ ഷോർട്ട് ഫോമാണ്. അതുപോലെ നാമം എന്ന് പറഞ്ഞ ദൈവത്വം എന്നാണ് നാമം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനമെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നാണ് സ്നാനത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അതിന്റെ ഷോർട്ട് ഫോമാണ്. 12 അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് 12 ഷോർട്ട് ഫോമാണ്. 7 ശുശ്രൂഷകന്മാരെ കുറിച്ച് 70 ഷോർട്ട് ഫോമാണ്. അപ്പൊ അങ്ങനെ വേദപുസ്തകത്തിൽ ഒരുപാട് ഷോർട്ട് ഫോം ഉണ്ട്. കൃപ എന്ന് പറയുന്നത് ദൈവം ചെയ്ത ഒരു കാര്യത്തിന്റെ ഷോർട്ട് ഫോമാണ്. ഏതാണ്? റോമർ 3:24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ്. അപ്പോൾ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് ദൈവം ചെയ്തു. അതാണ് ദൈവകൃപ. മനസ്സിലായോ? കാരണം അത് മനുഷ്യർക്ക് അസാധ്യമാണ്. 49-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനാണ് വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വില അത് ഒരു നാൾ സാധിക്കും. ഇവിടെ ശവക്കുഴി കാണാതെ എന്നാണ് എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കുക, അതല്ല അതിന്റെ അർത്ഥം. അതായത് പിറ്റ്, കുഴിയ്, പിന്നെ ശവക്കുഴിയ്, അഗാധകൂപം, ഇതിനെല്ലാം ഒരേ വാക്കുകൾ തിരിച്ചു മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹേഡീസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഗഹന്ന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ടാർട്ടറസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ താഴ്ന്നത്,
കുഴിയ്, പിന്നെ ശവക്കുഴിയ്, നരകക്കുഴി, ഇതിനെല്ലാം. അപ്പൊ ഇവിടെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതെന്നാ. അപ്പോ എന്നേക്കുമുള്ള നരകത്തിന്റെ കാര്യം അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഹോദരന് എന്നേക്കുമുള്ള, മനുഷ്യൻ എന്നേക്കുമുള്ള നരകം അനുഭവിക്കാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് എന്ത് വേണം? വീണ്ടെടുക്കൽ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം, പിശാചിനല്ല, ദൈവത്തിന് കൊടുക്കണം. കാരണം ദൈവത്തോടാണ് അവൻ പാപം ചെയ്തത്, ദൈവകൽപ്പനയാണ് അവൻ ലംഘിച്ചത്. അതുകൊണ്ട് വീണ്ടെടുക്കണമെങ്കിൽ ദൈവത്തിന് വീണ്ടെടുപ്പുകൾ കൊടുക്കണം. അത് ഒരു നാളും സാധിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ ദൈവം തന്നെ കൃപ കാണിക്കണം, ദൈവം തന്നെ എന്ത് ചെയ്യണം? വീണ്ടെടുപ്പുകൾ കൊടുക്കാൻ തയ്യാറാകണം. മനസ്സിലായോ? ഇനി ആ വീണ്ടെടുപ്പിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഞാൻ പറഞ്ഞു പശ്ചാത്താപം കൊണ്ടൊന്നും ആർക്കും രക്ഷിക്കപ്പെടാൻ സാധിക്കത്തില്ല. വെറുതെ സമരിയക്കാരന്റെ ഉപമയും അതുപോലെ മുടിയനായ പുത്രന്റെ ഉപമയും കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പശ്ചാത്താപം കൊണ്ടൊന്നും ആർക്കും രക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദൈവം അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ്, മനസ്സിലായോ? അതിനാലാണ് രക്ഷ. അതാണ് കൃപ, അതാണ് ദൈവം കാണിച്ച കൃപ. ദൈവം കാണിച്ച കൃപയെന്ന് പറഞ്ഞത് സൗജന്യമായി രക്ഷിക്കുക, കരയുന്നവരെ അതൊന്നും അല്ല. അതിന്റെ സെൻസ് മനസ്സിലാക്കണം. ദൈവം ആദാമിനോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷെ മരിച്ചില്ല. പഴം തിന്നുന്ന നാളിൽ മരിക്കും. ദ വെരി സെയിം ഡേ you eat the fruit of the tree, you shall die. അന്ന് മരിക്കും. പക്ഷെ അവർ മരിച്ചില്ല. എന്താ കാരണം? ആ ദിവസം സന്ധ്യയായപ്പോൾ, when the cool of that day, Lord came with a skin, with a dress. അതാണ് വീണ്ടെടുപ്പ്. പഴം തിന്നുന്ന നാളിൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, പഴം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ആദാമിനോട് പറഞ്ഞപ്പോ ആദാമിന് അതിന്റെ അർത്ഥമുണ്ടല്ലോ, ശരിക്കും മനസ്സിലായി. കാരണം ആദാമാണ് സകല പക്ഷമൃഗാദികൾക്കും പേരിട്ടത്. ആദാം ഇട്ട പേര് മാറ്റേണ്ടി വന്നു. തന്റെ ഭാര്യയ്ക്ക് ഇട്ട പേര് ഹൗവ എന്നാണ്. ഹൗവ എന്ന് പറഞ്ഞ അമ്മ എന്നാണ്, എന്ന് പറഞ്ഞാൽ അവൾ പ്രസവിക്കുമെന്നാണ്. ഇനി ദൈവം മണ്ണ് കുഴച്ച് ആളുകളെ സൃഷ്ടിക്കുകയല്ല, അല്ലെ എല്ലെടുത്ത ആളുകളെ സൃഷ്ടിക്കുകയല്ല. ഇനി എന്റെ ഭാര്യ പ്രസവിച്ചാണ് കുട്ടികൾ ഇവിടെ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ആര് വിശ്വസിച്ചു? ആദാം വിശ്വസിച്ചിട്ടാണ് അവൾക്ക് അമ്മ എന്ന് പേരിട്ടത്, ഹൗവ. പേര് മാറ്റേണ്ടി വന്നില്ല. മനസ്സിലായോ? ദൈവം ചില പേര് മാറ്റി. സാറായുടെ പേര് മാറ്റി, അബ്രഹാമിന്റെ പേര് മാറ്റി, യാക്കോബിന്റെ പേര് മാറ്റി, പിന്നെ ഗിദെയോന്റെ പേര് മാറ്റി. പക്ഷെ ഈ പേര് മാറ്റേണ്ടി വന്നില്ല. കറക്റ്റ് ആപ്റ്റായിട്ടില്ല. അത്ര ബുദ്ധി ജ്ഞാനം ആർക്കുണ്ടായിരുന്നു? ആദാമിനുണ്ടായിരുന്നു. അപ്പൊ ഈ പഴം തിന്നുന്ന ആളിൽ മരിക്കും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പാപത്തിന്റെ ശമ്പളം മരണമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കാറ്റ് പോകും. പല ആളും വിചാരിക്കുന്ന ശരീരത്തിൽ ജീവൻ പോകുന്ന കാര്യമാണ്. റോമർ 6:23 പാപത്തിന്റെ ശമ്പളം മരണം അത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവൻ തന്നെ. അപ്പം പാപത്തിന്റെ ശമ്പളം മരണമെന്ന് പറഞ്ഞ് കാറ്റ് പോകുന്ന കാര്യമല്ല, നിത്യമരണത്തിന്റെ കാര്യം അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവൻ എന്ന് പറയാൻ കാരണം. എന്ന് പറഞ്ഞതുപോലെ ഈ പഴം തിരുന്നാളിൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ആദാമിന് മനസ്സിലായി. അത് വേർപാടാണ്. 3 വേർപാടാണ്. ഒന്ന്, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും. അല്ലെങ്കിൽ ഒന്നാമത്തേത് ദൈവം വേർപെടും. തേജോമയനായ ദൈവം വേർപെടും. ദൈവ തേജസ് നഷ്ടാവും. ഒന്ന്, ദൈവത്തിൽ നിന്ന് വേർപെടും, ഏകനാവും. 2, ശരീരത്തിൽ നിന്ന് ജീവൻ പോകും.
അല്ലെ ആത്മാവ് പോകും. 3, നിത്യമായി സ്വർഗത്തിൽ കഴിയേണ്ടയാള് നിത്യമായി നരകത്തിൽ പോകും. ഇതാണ് 3 വേർപാട്. ഇത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3 വേർപാടുകൾ. അപ്പൊ മനുഷ്യന് എന്താ സാധിക്കേണ്ടത്? അവന്റെ സ്ഥിതി എന്താ? രോഗം എന്താണെന്ന് അറിയണ്ടേ, എങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മനുഷ്യന്റെ രോഗം എന്ന് പറയുന്നത്, ആത്മീക രോഗം എന്ന് പറയുന്നത് അവന് ദൈവത്തെ കിട്ടണം. അതാണ്. മനസ്സിലായോ? ചിലർക്ക് കാൽസ്യം കുറവ്, ചിലർക്ക് പൊട്ടാസ്യം കുറവ്, ചിലർക്ക് പിന്നെ അയൺ കുറവ്, അല്ലേ? അങ്ങനെയാണത്. അപ്പൊ നമ്മുടെ കുറവ് എന്താ? വി ഹാവ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. തേജോമയനായ ദൈവം, വി ലോസ്റ്റ്. തേജോമയനായ ദൈവത്തെ നമുക്ക് നഷ്ടമായി. സോ വി ഹാവ് ടു ഗെയിൻ ഗോഡ്. നമുക്ക് ദൈവത്തെ തിരിച്ച് കിട്ടണം. ഒന്നാമത്തേത് ദൈവത്തെ തിരിച്ചു കിട്ടണം. രണ്ടാമത്തെ എന്താണ്? മരിച്ചാൽ ഉയർക്കണം. മരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ശരീരത്തിന് ജീവൻ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഉയർത്തെഴുന്നേറ്റത് തിരിച്ചു കിട്ടണം. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് നിത്യമായി നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. അപ്പൊ ഇതാണ് മനുഷ്യന് സാധിക്കേണ്ടത്. ഓക്കെ, അതിനെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അതിന് ചില പാട്ടൊക്കെയുണ്ട്. ചിലർ പറയുന്നത് നമുക്ക് സാധിക്കും. ചില ശ്ലോകങ്ങളൊക്കെ ഉണ്ട്, ചില പാട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഭൂമിയെ വെച്ച് ഇതിലേലും കുഴപ്പമില്ല. ആള് മരിച്ചു കഴിഞ്ഞിട്ട് ചിലരെ കൊണ്ട് നമുക്ക് പാടിച്ചാൽ മതി. അതിനുവേണ്ടി ചില സ്ഥലത്തൊക്കെ പോവുക, ചില നദിയിലൊക്കെ പോവുക, അല്ലെങ്കിൽ ചില മലയിലൊക്കെ പോവുക. പിന്നെ അത് സാധിക്കും. എന്നാണ് സാധിക്കേണ്ടത്? ദൈവത്തെ തിരിച്ചു കിട്ടണം, മരിച്ചാൽ ഉയർക്കണം, നരകത്തിൽ സ്വർഗത്തിൽ പോകണം. പിന്നെ അതിന് ചില വാർഷിക പരിപാടികളൊക്കെ ഉണ്ട്, പഞ്ചവത്സര പദ്ധതി പോലെ അതുണ്ട്. പിന്നെ അതിന് ചില വസ്തുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാവുന്ന ചില വ്യക്തികളുണ്ട്, പിന്നെ അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചിലർ പറയുന്നത്. അത് കേൾക്കാൻ കുറെ പൊട്ടന്മാര്. എന്റെ പ്രിയപ്പെട്ടവര്, നമുക്ക് സാധിക്കേണ്ടത് ദൈവത്തെ തിരിച്ചു കിട്ടുക, തേജോമയനായ ദൈവത്തെ തിരിച്ചു കിട്ടുക, ദൈവവുമായി ഒന്നാകുക, ദൈവത്തിന്റെ മക്കളാകുക. 2, നമ്മൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുക. 3, നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പോകാനിടയായി തീരുക. ഇതാണ് സാധിക്കേണ്ടത്. ഇതിന് മനുഷ്യരാൽ ഒന്നും സാധിക്കത്തില്ല. ആദമും ഹവ്വയും ഈ 3 മരണത്തിന് വിധേയപ്പെട്ടപ്പോൾ അവരാകെ ചെയ്ത് അത്തിയിലെ കൂട്ടത്തിൽ നിന്ന് അരയാളം ഉണ്ടാക്കി. അതാണ്. അത്തിയില വളരെ വലിയതാ. എൻ്റെ വീട്ടിൽ അത്തിയുണ്ട്. വളരെ വലിയ, തേക്കലേക്കാ വലിയ ഇലയാണ്. അത് ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനുള്ള വകയുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് വാടി വട്ടയില പോലെയാണ്, പപ്പടം പോലെ പൊടിഞ്ഞു പോയി. മനുഷ്യന്റെ ബുദ്ധി പോയി. അതാണ്. അതുകൊണ്ട് ദൈവം in the cool of that day when God came, they are frightened and they went and fight. അവർ പേടിച്ച് ഓടിച്ചു. കാരണം ആ ഉടുത്തിരുന്നത് ഫലപ്രദമായില്ല. അതാമേ നീ എവിടെന്ന് ചോദിച്ചപ്പോ മറുപടി ഞാൻ നഗ്നനാണേ എന്നാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ പഴനിരുന്നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ആദാം അല്ലെങ്കിൽ ആദമും ഹവ്വയും മരിക്കാതിരുന്നത് വേറൊരു മരണം സംഭവിച്ചുകൊണ്ടാണ്. There was another death. An innocent animal died. വെളിപ്പാട് പുസ്തകം 13:8 വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകം 13:8, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. എത്ര
രസമായിരിക്കും അല്ലേ? അപ്പോൾ മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഫലപ്രദമായി. ആകെ വല്ല അത്തിയിലെ കൂട്ടി തുന്നി എന്തേലും. നോ, അതൊന്നും ശാശ്വതമല്ല. അപ്പോൾ ദൈവം ഒരു മാർഗം ഒരുക്കി. ദൈവം തോലുടുപ്പുമായിട്ട് വന്നു. ചോര പുരണ്ട തോലുടുപ്പ്. അത് എന്താണ്? തന്റെ പുത്രൻ, ദൈവകുഞ്ഞാടായ തന്റെ പുത്രന്റെ മരണത്തെയാണ് കാണിക്കുന്നത്. അപ്പോ മനുഷ്യന് ജീവൻ കിട്ടാൻ ജീവൻ പ്രായശ്ചിത്തമായി. ജീവനല്ലോ രക്തം നിമിത്തം പ്രായശ്ചിത്തമായിരിക്കുന്നെന്ന് വാക്യമുണ്ട്. മനുഷ്യന് ജീവൻ കിട്ടാൻ ജീവൻ ദൈവം കൊടുക്കാൻ തയ്യാറായി. അത് തന്റെ പുത്രനായ ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ നിഴലായി. ഈ പഴം തിരുനാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. അത് 3 വേർപാടാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ 3 വേർപാട് അനുഭവിക്കണം. നമ്മളൊക്കെ പൊതുവെ എന്താ പറയുന്നത്? മിക്ക സഭക്കാരും പറയുന്നത് യേശു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവൻ പോയി, യേശുവിനെ അടിച്ചു, യേശുവിനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യേശുവിന്റെ പ്രസംഗം പിടിക്കാത്ത ആളുകൾ ദേഷ്യപ്പെട്ട യേശുവിനെ അസൂയ കൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് യേശുവിനെ അവർ കൊന്നു. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പിതാവായ ദൈവമാണ് അവനെ തകർത്തത്, അവനെ യാഗമാക്കിയത്. അവൻ ദൈവകുഞ്ഞാടാണ്. ഇത് മറക്കരുത്. ലോകത്തിൽ ഒരുപാട് സഭകൾ പഠിപ്പിക്കുന്നത്, കത്തോലിക്കർ ഉൾപ്പെടെ പഠിപ്പിക്കുന്നത് യേശുവിന്റെ പ്രസംഗം. യേശു പറഞ്ഞു, ഒരു ചവിട്ടം തടിച്ചാൽ മറ്റേ കാണിച്ചു കൊടുക്കണം, സ്ത്രീയെ മുഖത്തോടെ നോക്കരുത്, അന്യന്റെ ആഗ്രഹിക്കരുത്, പിന്നെ കോപിക്കരുത്, പിന്നെ ഒരു നാഴിക നിർബന്ധിച്ചാൽ 2 നാഴിക പോവുക, പിന്നെ ശത്രുവിനെ കൂടെ സ്നേഹിക്കുക. ഇതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതിനാൽ അവർ യേശുവിനെ കൊന്നു. അന്നത്തെ പൗരോഹിത്യ മേധാവിത്വം യേശുവിനെ കൊന്നു. അന്നത്തെ റോമ ഗവൺമെന്റ് യേശുവിനെ കൊന്നു. ഇതാണ് ആളുകൾ പറയുന്നത്. എന്റെ പ്രിയ സ്നേഹിതരെ, എന്നാൽ ബ്രദറുകാർ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിനെ കൊന്നതിന്റെ ഉത്തരവാദിത്വം യൂദയ്ക്കല്ല, പീലാത്തോസിനല്ല, ഹന്നാവിനും കയ്യപ്പാവിനും അല്ല, പിന്നെ യഹൂദന്മാർക്കല്ല, പുറജാതികൾക്കല്ല, മനുഷ്യർക്കല്ല, പിശാചിനല്ല. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. മനസ്സിലായോ? അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പ് അർത്ഥമായി 3 വേർപാട്, 3 മരണം അനുഭവിക്കായിരുന്നു. ഇത് വരണം എങ്കിലേ കൃപയെന്നുള്ള വാക്കിന്റെ ആ സെൻസ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ കൃപ, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം. റോമർ 3:24. അല്ലാതെ കൃപയെന്ന് പറഞ്ഞത് സൗജന്യമോ ദയയോ ദൈവത്തിന്റെ കരുണയോ അതല്ല. നോ, കൃപ എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ കൃപ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഒന്നാമത്തേത് ദൈവത്തിൽ നിന്ന് യേശു വേർപെട്ടു. വിശുദ്ധമായ പുരുഷബന്ധം കൂടാത്ത ജനനം. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. യേശുക്രിസ്തുവിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, ആർക്കും സംശയം. യേശു ശരീരം സ്വീകരിച്ച എവിടെ നിന്നാണ്? യേശു ശരീരം സ്വീകരിച്ചത്, കത്തോലിക്കരുടെ വിശ്വാസ പ്രമാണത്തിലുള്ളത്, കന്യക മറിയാമിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. കന്യക മറിയാമിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോയി ആദം, ഹൗവ. അപ്പൊ അത് പിന്നെ പുറകോട്ട് പോയ അതെന്താണ്? മണ്ണ്. അപ്പൊ യേശു ശരീരം സ്വീകരിച്ചത് മണ്ണിൽ നിന്ന്. കന്യാമറിയാമിൽ നിന്നാണെങ്കിൽ ആദം ഹൗവമാരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന്. നോ,
യേശു പറഞ്ഞു, ഈ കൂടാരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് അത് പണിയാം. നിങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ളവർ, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, മണ്ണ് കൊണ്ടുള്ളവർ, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവർ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവ വരുവാനുള്ള നമ്മളുടെ മഹാഭൂതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടികൾ ഉൾപ്പെടാത്തതായി വലുപ്പവും ദുർഗവുമേറിയ കൂടാരത്തിൽ കൂടെ. നമ്മുടെ കൂടാരം എന്ന് പറയുന്നത് മൺകൂടാരമാണ്, ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ യേശുവിന്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും ദുർഗവുമേറിയ കൂടാരം, സ്വർഗീയ കൂടാരമാണ്, മൺകൂടാരമല്ല. യേശുവിന്റെ ശരീരം മണ്ണുകൊണ്ടുള്ളതല്ല. യേശു കന്യക മറിയാമിന് ശരീരം സ്വീകരിച്ചിട്ടില്ല. യേശുവിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്നുള്ളതുപോലെ യേശുവിന്റെ ശരീരവും സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, യേശുവിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്നുള്ളതുപോലെ യേശുവിന്റെ ശരീരവും സ്വർഗീയമായിരുന്നു. അതുകൊണ്ടാണ് മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് അവന്റെ ശരീരം ദ്രവത്വം കാണാതെ ഇരുന്നത്. അപ്പോൾ പുരുഷബന്ധം കൂടാത്ത ജനനം, മണ്ണായ ആദാമിനെ കൂടാത്ത ജനനം, പിന്നെ പവിത്രമായ ജീവിതം, അത്ഭുതങ്ങളും അടയാളങ്ങളാലും യേശു ദൈവത്വം തെളിയിച്ചു. അവസാനം യേശു പറഞ്ഞിരുന്നു, നിങ്ങളല്ലേ എന്നെ വിട്ടുപോകും, എന്നാൽ ഞാൻ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവനെന്നെ ഒരു നാൾ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ പിതാവും എന്നെ ഉപേക്ഷിക്കുന്ന നാഴിക വരുന്നു. ആ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലോ, എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ പാപി വെള്ളത്തിൽ മുങ്ങുന്നാണല്ലോ സ്നാനം. അപ്പൊ ഞാന് ഒരു പാപിയെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ എനിക്ക് ഉണ്ടാകാൻ പോവുകയാണ് എന്ന് യേശു പറഞ്ഞിരുന്നു. എന്താണ്? ഞാൻ ദൈവത്താൽ കൈവിടപ്പെടും, ഞാൻ ഒറ്റയാവും, ദൈവം ഇല്ലാത്തവനാവും. അത് സംഭവിച്ചോ? സംഭവിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കുരിശിൽ അല്ലറി വിളിക്കാൻ ഇടയായി. അതാണ് ഒന്നാമത്തേത്. നമുക്ക് പകരം യേശു ദൈവത്തിൽ നിന്ന് വേർപെട്ടു, യേശു ഏകനായി. മനസ്സിലായി? രണ്ടാമത്തേത്, യേശു കുരിശിൽ അനുഭവിച്ചതെല്ലാം നരകത്തിന്റെ പ്രതീകങ്ങളാണ്. നരകത്തിൽ ഇരുട്ടാണ്. യേശു മരിച്ചപ്പോൾ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. യേശു മരിച്ചപ്പോൾ ദാഹമുണ്ടായി. നരകത്തിൽ ദാഹമാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് ധനവാൻ പറഞ്ഞു. യേശു മരിച്ചപ്പോൾ ഏകാന്തതയാണ്. നരകത്തിൽ ഏകാന്തതയാണ്. യേശു മരിച്ചപ്പോൾ വേദനയാണ്. എൻ്റെ ഉള്ള മരണവേദന പോലെ അത് ദുഃഖിതമായിരിക്കും. യേശു മരിച്ചപ്പോൾ നിലവിളിയാണ്. അപ്പോൾ ഏകാന്തത, ഇരുട്ട്, വേദന, ദാഹം, നഗ്നത, നിലവിളി, ഇതെല്ലാം നരകത്തിന്റെ അവസ്ഥകളാണ്. അപ്പൊ യേശു കുരിശിൽ നിത്യനായ യേശു നിത്യമായ നരകം അനുഭവിക്കുകയായിരുന്നു. നിത്യമായ യേശുവിലുള്ള ഒരു പോറല് നിത്യപോറലാണ്. സോ കർത്താവായ യേശു നിത്യ നരകം അനുഭവിക്കുകയായിരുന്നു. മൂന്നാമത്തേത്, യേശുവിന്റെ ശരീരത്തിൽ ജീവൻ വേർപെട്ടു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു. ഇതാണ് ദൈവകൃപ. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. ദരിദ്രം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, ദൈവമില്ലായ്മ, പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലായ്മ, പിന്നെ ദൂതന്മാരുടെ സഹായമില്ലായ്മ, മനുഷ്യന്റെ സഹായമില്ലായ്മ. സോ ഇല്ലായ്മ, ദാരിദ്ര്യാവസ്ഥ യേശുവിനുണ്ടായി. എന്തിനാ? നിങ്ങൾ സമ്പന്നരാകാൻ. അതാണ് ദൈവത്തിന്റെ കൃപ. അപ്പൊ നമുക്ക് 3 ഇല്ലായ്മകളായിരുന്നു. നമുക്ക് ദൈവമില്ലായിരുന്നു, നമുക്ക് മരണമായിരുന്നു നമ്മുടെ അവസ്ഥ, ശരീരത്തിൽ നിന്ന് വേർപാട്, 3 നരകമായിരുന്നു. നമ്മുടെ കർത്താവ് അത് 3ഉം ഏറ്റെടുത്ത് വീണ്ടെടുപ്പ് ഒരുക്കിയതിനാൽ ദൈവത്തിന്റെ കൃപ. അതാണ് ദൈവത്തിന്റെ കൃപ. മനസ്സിലായോ? സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ. അതാണ് ദൈവത്തിന്റെ സകല മനുഷ്യർക്കുമുള്ള കൃപ. മനസ്സിലായോ? കൃപയെന്ന് പറയുന്നത് ദൈവം ചെയ്ത ഒരു കാര്യമാണ്, അല്ല ദൈവത്തിന്റെ സ്വഭാവമല്ല. ദയ, ക്ഷമ, സ്നേഹം,
പിന്നെ കരുണ തുടങ്ങിയ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിൽ ഒന്നല്ല കൃപയെന്ന് പറയുന്നത്. ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതാണ് രക്ഷയുടെ അടിസ്ഥാനം. രക്ഷയുടെ അടിസ്ഥാനം മാനസാന്തരമല്ല, പശ്ചാത്താപമല്ല, സ്തോത്രകാഴ്ചയല്ല, സഹോദരനെ സ്നേഹിക്കുന്നതല്ല. രക്ഷയുടെ അടിസ്ഥാനം ദൈവം ചെയ്ത ഈ കാര്യമാണ്. കുരിശിൽ തന്റെ പുത്രനെ തകർത്തു, ചോര ചിന്തി. മനസ്സിലായോ? അപ്പൊ യേശുവിന്റെ ചോര, അതാണ് രക്ഷയുടെ അടിസ്ഥാനം. യേശുവിന്റെ കുരിശ്, അതാണ് രക്ഷയുടെ അടിസ്ഥാനം. യേശുവിന്റെ മരണം, അതാണ് രക്ഷയുടെ അടിസ്ഥാനം. അതാണ് പ്രസംഗിക്കേണ്ടത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ യേശുവിന്റെ ഉയർപ്പല്ല പ്രസംഗിക്കേണ്ടത്, അത്ഭുതമല്ല പ്രസംഗിക്കേണ്ടത്, യേശുവിന്റെ ഉപദേശങ്ങളല്ല പ്രസംഗിക്കേണ്ടത്. ലോകം മുഴുവൻ ആളുകള് പ്രസംഗിക്കുന്നത് മുടിയനായ പുത്രന്റെ കാര്യം, മനസാന്തരപ്പെട്ടാൽ മതി. നല്ല ശമരിയക്കാരന്റെ കാര്യം, പാവങ്ങളെ സഹായിച്ചാൽ മതി. യേശുവിന്റെ ഉപദേശമല്ല പ്രസംഗിക്കേണ്ടത്. നീ നദിയാകണം, അതല്ല പ്രസംഗിക്കേണ്ടത്. നീ വെളിച്ചമാകണം, അതൊന്നും സാധിക്കത്തില്ല. നീ ഉപ്പാകണം, അതൊന്നും സാധിക്കത്തില്ല. മനസ്സിലായോ? നീ ഫലം കായ്ക്കണം, അല്ലെ നിന്നെ നമുക്ക് സാധിക്കത്തില്ല. മനസ്സിലായോ? എന്നാൽ ദൈവം കുരിശിൽ ഒരു കൃപ കാണിച്ചു. ദൈവം തന്റെ പുത്രനെ തകർത്ത് രക്ഷാ മാർഗമൊരുക്കി. അതാണ് രക്ഷയുടെ ബേസ്, അടിസ്ഥാനം. അത് സ്വീകരിക്കാനുള്ള ഉപാധിയാണ് വിശ്വാസം. ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ആളുകൾക്ക് വിശ്വാസം എന്താണ്, കൃപ എന്താണ്, സ്തുതി എന്താണ്, സ്തോത്രം എന്താണ്, ഹല്ലേലൂയ എന്താണ് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ. കൃപയാൽ ആണ് വിശ്വാസം എന്ന് പറഞ്ഞ സൗജന്യമാണ് എന്ന് മാത്രം ദൈവത്തിന്റെ കരുണയാൽ വിശ്വസിക്കുന്നതുകൊണ്ട് കരുണ കാണിക്കുന്നു. ഇവർ ഈ വിശ്വാസത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. രക്ഷയുടെ അടിസ്ഥാനം പല സഭക്കാരും വിശ്വാസമാണ്, അതായത് പ്രവൃത്തിയല്ല എന്ന് പറയുന്ന സുവിശേഷ വിവിധ ആളുകൾ പോലും വിശ്വാസമാണ് എന്നാണ്. അപ്പൊ വിശ്വാസത്താൽ രക്ഷ, വിശ്വാസം കുറഞ്ഞാൽ രക്ഷ തീരും. ഇതാണ് വിശ്വാസത്താൽ രക്ഷ, വിശ്വാസം കുറഞ്ഞാൽ രക്ഷ തീരും. ഇതാണ്. പിന്നെ നല്ല കൂട്ടം ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അതായത് കൃപയാലോ നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പാസ്റ്റൻസിലാ, അത് പറയത്തില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതും ദൈവം മക്കളാകുക. മക്കളെങ്കിൽ അവകാശികൾ. ആത്മാവുള്ളവൻ മകനാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ മകനല്ല. അപ്പൊ യേശുവിനെ കൈക്കൊള്ളുന്നവർ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ അധികാരവും അവകാശം ഉള്ളവനാണെന്ന് ബൈബിൾ പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, വിശുദ്ധ ജീവിതവും ഭക്തിയും മരണം വരെ നിങ്ങൾ പാലിക്കണം. അങ്ങനെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന ആളുകളെ അവസാനമാണ് രക്ഷിക്കുന്നതെന്നാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അഡ്വാൻസ് ആയിട്ടാണ് ദൈവം രക്ഷ തരുന്നത്. അതായത് ദൈവം തന്റെ പുത്രനെ തകർത്തൊരുക്കിയ ആ കൃപ, അതിൽ ആശ്രയിക്കുന്ന ആളുകൾ, ആ കൃപയിൽ ചാരുന്ന, ആ കൃപയിൽ ആശ്രയിക്കുന്ന ആളുകൾക്ക്, ആ കൃപയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവം അഡ്വാൻസ് ആയി രക്ഷ തരികയാണ്. എന്ത് രക്ഷ? നിത്യരക്ഷ. അവരെ ദൈവം ആരാക്കുന്നു? മക്കളാക്കി മാറ്റുന്നു. അവരൊരു പുരുഷായുസ് മുഴുവൻ അനുസരിക്കേണ്ട ദാസന്മാരല്ല. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് മരണം വരെ വിശുദ്ധ ജീവിതവും ഭക്തിയും നയിച്ച് അവസാനത്തോളം സഹിച്ച് നിന്നാൽ അവസാനം നിനക്കാദ്യ വിശ്വാസം അവസാനം വരെ ഉണ്ടെങ്കിൽ നിന്നെ അവസാനം രക്ഷിക്കുന്ന ഒരു പരിപാടി അല്ല. അത് ദാസ്യത്വമാണ്. അത് യഹൂദന്മാരുടെ പരിപാടിയാണ്. യഹൂദന്മാരിൽ ആരും മക്കളല്ല. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ അധികാരമുള്ള മക്കളായി മാറുകയാണ്. യഹൂദന്മാർക്ക് ദൈവം യജമാനനാണ്, എന്നാൽ നമുക്ക് ദൈവം പിതാവാണ്. അപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവമക്കളാകാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ഒരുക്കിയ രക്ഷാ മാർഗത്തിന്റെ പേരാണ് കൃപ. എന്നാൽ അത്
അതിന്റെ സെൻസ് ഉൾക്കൊണ്ട് വിശ്വസിക്കുന്ന ആ സമയത്ത് ആ കൃപ നമ്മിൽ വ്യാപരിക്കുകയാണ്. അത് നമ്മൾ യാഥാർത്ഥ്യമാവുകയാണ്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പത്രോസ് പറഞ്ഞ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെക്കുറിച്ച് ആരാഞ്ഞ ആളുകൾ, പ്രവാചകന്മാർ അന്വേഷിച്ചു, പക്ഷേ അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കായിട്ടാണ് എന്നവർക്കത് മനസ്സിലായി. ദൂതന്മാർ പോലും ആശ്ചര്യത്തോടെ നോക്കുന്നു. അന്നാണ് 1 പത്രോസ് 1-ാം അധ്യായം 10 മുതൽ 12 വരെ വായിക്കുന്നത്. നിങ്ങൾക്ക് വരുവാനിരുന്ന കൃപ, നിങ്ങൾക്ക് വരുവാനിരുന്ന വീണ്ടെടുപ്പ്, യേശു മൂലമുള്ള ആ മരണം. ഓക്കെ, കൊലോസിലേത്ത് വായിക്കുന്നത് നിങ്ങൾ ആ കൃപയെക്കുറിച്ച് കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ഫലം കായ്ച്ചു വരുന്നു എന്നാണ്. ആ കൃപയെക്കുറിച്ചാണ് കേൾക്കേണ്ടത്. ആ കൃപയെ, അതാണ് സുവിശേഷം, അതാണ് വിശ്വാസവചനം. യേശു നമുക്കായി മരിച്ചു, നമ്മുടെ നരകമേറ്റു, അതാണ് പ്രസംഗിക്കേണ്ടത്, അതാണ് വിശ്വസിക്കേണ്ടത്, അതാണ് ദൈവത്തിന് പ്രസാദമാകുന്ന കാര്യം. ദൈവം ചെയ്ത ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ, തന്റെ പുത്രനെ തകർത്തല്ലോ. അല്ലാതെ ഞാൻ നന്നായി ജീവിക്കാം, ഞാൻ പശ്ചാത്തപിക്കാം, ഞാൻ പാവങ്ങളെ സഹായിക്കാം, ഇതൊന്നുമല്ല. ഈ ചെയ്ത കാര്യം എനിക്ക് മനസ്സിലായി, ഞാനത് അംഗീകരിക്കുന്നു, അതാണ് കൃപ. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ ദൈവകൃപ നമ്മിൽ വ്യാപരിക്കുകയാണ്. യോഹന്നാൻ 1:17 ന്യായപ്രമാണം മോശ മുഖാന്തരം വന്ന് കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. അപ്പോൾ യേശു വന്നത് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള കട്ടിയായിട്ട് ഇങ്ങനെ വേണം, അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, ഇങ്ങനെ അനുസരിച്ചാലും സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറയാനൊന്നും അല്ല. യേശു വന്നത് ന്യായപ്രമാണം അനുസരിക്കാൻ നിനക്ക് സാധിക്കത്തില്ല, ഇങ്ങനെ വേണം, ശമര്യക്കാരൻ ചെയ്ത പോലെ നിനക്കൊണ്ട് സാധിക്കുമോ? ഇല്ല, അത് സാധിക്കുന്ന കാര്യമല്ല. ജർത്താവുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതാണ്, സാധിക്കത്തില്ല ആരെയും രക്ഷിക്കാൻ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാന് നിനക്ക് കൃപ തരിക. എന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ ദൈവവചനം അനുസരിക്കാനുള്ള ശരിയായ അർത്ഥത്തിൽ പ്രിയ മുഖത്തോട് നോക്കാതെയും അന്യന്റെ ആഗ്രഹിക്കാതെയും കോപിക്കാതെയും കൊടുത്തും സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും ദൈവസ്നേഹത്തോടുകൂടി ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു രൂപാന്തരം അവന്റെ ജീവിതത്തിൽ അവനിൽ ദൈവം വ്യാപരിപ്പിക്കുകയാണ്. അപ്പോ ഈ സുവിശേഷം അത് കൃപയുടെ വചനമാണ്. എബ്രായർ 10:27 വായിക്കുന്നത് ദൈവപുത്രനെ ചവിട്ടിക്കളയും, ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ. സെഖര്യാവിന്റെ പ്രവചനം 12:10 വായിക്കുന്നുണ്ട്, ദൈവം കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുമ്പോൾ ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ ആളുകൾ വിലപിക്കുമെന്ന്. അപ്പോൾ കർത്താവായ യേശു കുരിശിൽ സഹിച്ച ഈ കാര്യം, ചെയ്ത ഈ കാര്യം, അതാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോഴാണ് ആളുകൾ തകരേണ്ടത്. അല്ലാതെ നിനക്ക് വരാൻ പോകുന്ന നരകം ഇതാണ്, ചതിച്ചവന് ഇന്ന നരകം, പിന്നെ കൊന്നവൻ ഇന്ന നരകം, വ്യഭിചാരിക്ക് ഈ നരകം, ഇതിനെക്കുറിച്ചൊക്കെ ചാർട്ട് കാണിച്ച് നോ, അതല്ല. നരകത്തെ കുറിച്ചല്ല, ദൈവപുത്രൻ അനുഭവിച്ച നരകം, ദൈവപുത്രൻ അനുഭവിച്ച ആ യാതന, അതാണ് കൃപ. അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നിത്യവെങ്കിലേക്ക് നോക്കാനും എന്റെ ശിക്ഷ യേശു അനുഭവിച്ചു എന്ന് മനസ്സിലാക്കാനും അവനെ സ്നേഹിക്കുവാനും സാധിക്കുന്നത്. അപ്പോഴാണ് ദൈവകൃപ നമ്മിൽ വ്യാപരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. യേശു പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കാഞ്ഞാൽ, യോഹന്നാൻ 8:24, ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നിസാര ഒരു വിഷയം, ദൈവകൃപ എന്നാൽ എന്താ? ഇത് കൃപയാൽ മനസ്സിലാക്കുവാൻ എളിയവരായ ഞങ്ങൾക്ക്, പ്രധാന വിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ട്. കൃപയെന്ന് പറയുന്നത് വെറും സൗജന്യം എന്നല്ല. ദൈവം കുരിശിൽ ചെയ്ത ആ കാര്യം, തന്റെ പുത്രനെ തകർത്ത കാര്യം, അത് രക്ഷയുടെ അടിസ്ഥാനമാണ്. രക്ഷയുടെ അടിസ്ഥാനം നമ്മുടെ വിശ്വാസമല്ല, നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ പശ്ചാത്താപമല്ല. രക്ഷയുടെ അടിസ്ഥാനം യേശുവിന്റെ ചോരയാണ്, മരണമാണ്, കുരിശാണ്. അതിൽ ആശ്രയിക്കുന്ന ആളുകളെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവം മക്കളാക്കി മാറ്റുകയാണ്. നമുക്ക് ദൈവത്തെ കിട്ടുന്നു, പിന്നെ
നമ്മൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മൾ നരകത്തിൽ പോകാതെ നിത്യസ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ ഇടയായി തീരുന്നു. ഇതാണ് കൃപയാൽ രക്ഷ. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. തുടർന്നുള്ള വിഷയങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ, ഇതിനേക്കാൾ ഗൗരവമായ വിഷയങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അതിനാൽ കർത്താവിനെ കൂടുതൽ നമുക്ക് സ്നേഹിക്കാം, പ്രാഗൽഭ്യത്തോടെ ആത്മീയ ജീവിതം നയിക്കാം. കർത്താവിന്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കും.